അല്ലെങ്കിൽ ചിത്രവധക്കൂട് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മളിൽ ഓരോരുത്തരുടെയും ഉള്ളിൽ ഒരു ഭയം ഉരുത്തിരിഞ്ഞു വരും. സത്യത്തിൽ എന്താണ് ഈ ചിത്രവധക്കൂട്? എങ്ങനെയാണ് ഇത് ഇത്രയും കുപ്രസിദ്ധി ആർജിച്ചത്? ചിത്രവധക്കൂട് എന്ന വാക്കിന്റെ കുപ്രസിദ്ധി ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. രാജഭരണകാലത്ത് തിരുവിതാംകൂറിൽ കുറ്റവാളികളെ ശിക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്ന ശിക്ഷാ രീതിയാണിത്. മനുഷ്യരൂപത്തിൽ പൂർണ്ണമായും ഇരുമ്പിലാണ് ഇതിന്റെ നിർമ്മാണം. 6 അടിയോളം ഉയരമുള്ള ചിത്രവധക്കൂട്ടിൽ ഒരാൾക്ക് കഷ്ടിച്ച് നിൽക്കത്തക്ക വ്യാസമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി ആ ശിക്ഷാരീതി എങ്ങനെയാണെന്നറിഞ്ഞാൽ കേട്ടു നിൽക്കാനാവുമോ നിങ്ങൾക്ക്? ഇപ്പോഴും മനസ്സിൽ ജാതിയുടെ വിഷം തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. ഇന്നും ആളുകളെ പിടിച്ച് ശിക്ഷിക്കണമെന്നാണ് അവരുടെ വിചാരം. ഒരു വിഭാഗം മനുഷ്യർ മാത്രം ജീവിച്ചാൽ മതിയെന്നാണ് ഉന്നതരുടെ അന്നത്തെ വിചാരം. മറ്റുള്ളവർ മൃഗങ്ങളെ പോലെ അടിമവേല ചെയ്ത് മരിച്ചു കൊള്ളണം. ഇവർ വേല ചെയ്താൽ കൂലി ചോദിക്കുവാനോ പാടില്ല. കൂലി ചോദിച്ചാൽ മാടമ്പിയുടെ കോപത്തിന് വിധേയരായത് തന്നെ. പിന്നെ തൂണിൽ കെട്ടിയിട്ട് പ്രഹരിക്കും. ആഹാരമൊന്നും കൊടുക്കുകയുമില്ല. കൊന്നാലും ചത്താലും ചോദ്യവുമില്ല, ഉത്തരവുമില്ല. ജന്മിമാർക്ക് കൊല്ലും കൊലയ്ക്കും അധികാരവുമുണ്ട്. ജാതി വ്യവസ്ഥ കർക്കശമായി നിലനിന്നിരുന്ന കാലത്ത് കേരളത്തിൽ അവർണർക്കെതിരെ പ്രയോഗിച്ചിരുന്ന ഒരു ശിക്ഷാ രീതിയായിരുന്നു ഈ ചിത്രവധം. ജാതീയമായ വിലക്കുകളും നിയമങ്ങളും തെറ്റിക്കുന്നവരെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുവാനും ജാതി വ്യവസ്ഥ കർശനമായി നിലനിർത്താനും വേണ്ടിയാണ് ഈ ശിക്ഷാരീതി ആവിഷ്കരിക്കപ്പെട്ടത്. ശിക്ഷിക്കപ്പെട്ടയാളുടെ ആസനത്തിൽ കൂടി കഴുത്തിന്റെ പിൻഭാഗം വരെ ഒരു ഇരുമ്പ് പാര അടിച്ചു കയറ്റി ഒരു മരത്തിൽ ബന്ധിക്കുന്നു. പരമാവധി വേദന അനുഭവിച്ച് ഇഞ്ചിഞ്ചായിട്ടായിരുന്നു മരണം. പലപ്പോഴും 2-3 ദിവസത്തിന് ശേഷമേ മരണം സംഭവിക്കുമായിരുന്നുള്ളൂ. അവർണ ജാതികളിൽപ്പെട്ട പലരെയും ഈ രീതികളിലായിരുന്നു ശിക്ഷിച്ചിരുന്നത്. ഇരുമ്പ് കൂട്ടിലടച്ച് മരത്തിൽ കെട്ടി തൂക്കിയിട്ട് പക്ഷികളെ കൊണ്ട് കൊത്തിച്ചു കൊല്ലുന്ന രീതിയാണ് ചിത്രവധം. കുറ്റകൃത്യങ്ങളുടെ അളവ് അനുസരിച്ച് ശിക്ഷാരീതിയിൽ ചില മാറ്റങ്ങളും ഉണ്ടാവുന്നു. അവയവങ്ങൾ മുറിച്ചു മാറ്റുക, കഴുകനും പരുന്തിനും കാക്കയ്ക്കുമൊക്കെ ഭക്ഷണമായിട്ട് കൊടുക്കുക, കല്ലെറിയുക എന്നതുൾപ്പെടെ കുറ്റകൃത്യങ്ങളുടെ തോതനുസരിച്ച് ശിക്ഷാവിധികളിലും മാറ്റമുണ്ടാവുന്നു. ഈ ശിക്ഷാരീതി പക്ഷേ സവർണ ഹിന്ദുക്കൾക്ക് ബാധകമായിരുന്നില്ല. ക്ഷേത്രപ്രവേശനവും വഴിനടക്കൽ അവകാശവും സ്വന്തം ഇഷ്ടപ്രകാരം വസ്ത്രങ്ങൾ പോലും ധരിക്കാനുള്ള അവകാശവും നിഷേധിക്കപ്പെട്ട അവർണർക്കായിരുന്നു ചിത്രവധത്തിന് വിധേയരാക്കിയിരുന്നത്. വിശപ്പ് സഹിക്കവയ്യാതെ തേങ്ങയും കപ്പയും മോഷ്ടിച്ചവരിൽ പോലും അതികഠിനമായ ഈ ശിക്ഷാരീതി നടപ്പാക്കി പോന്നിരുന്നു. തിരുവിതാംകൂറിലെ ഭരണം ലോകത്തിന് ഒരു മാതൃക തന്നെയായിരുന്നു എന്ന് പറഞ്ഞവർക്കുള്ള മറുപടിയായിരുന്നു ചിത്രവധക്കൂട്. ജാതി വ്യവസ്ഥ കൃത്യമായി നിലനിർത്താൻ കൂടിയാണ് ഈ വിചിത്ര ശിക്ഷാരീതി നടപ്പാക്കി പോന്നത്. കൂലി ചോദിക്കുന്ന അവർണനെ പാടത്ത് ചവിട്ടി താഴ്ത്തുകയും അവരെ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുകയും ചെയ്തിരുന്ന ജന്മികൾക്ക് ചെറു ശിക്ഷ പോലും കിട്ടാതെ ഇരിക്കുന്ന അതേ സമയത്താണ് വിശപ്പ് സഹിക്കവയ്യാതെ ഒരു ചെറിയ മോഷണം നടത്തിയ അവർണന് ചിത്രവധക്കൂട്ടിൽ കടുത്ത ശിക്ഷ നൽകിയിരുന്നത്. പത്മനാഭപുരം കൊട്ടാരത്തിൽ ചിത്രവധത്തിന് ഉപയോഗിച്ചിരുന്ന കൂടുകൾ ഇപ്പോഴും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. 1343 കേരളത്തിലെത്തിയ ഇബിൻ ബത്തൂത്ത പറയുന്നത്, വഴിയിൽ വീണ് കിടന്ന നാളികേരം ചില യാത്രക്കാർ എടുത്തുകൊണ്ടുപോയതായി അറിഞ്ഞ രാജാവ് അവരെ തെരഞ്ഞു പിടിച്ച് പലകകളിൽ മലർത്തിക്കിടത്തി കുറ്റികൾ അടിച്ചു കൊന്ന് ജനങ്ങൾ കണ്ടു മനസ്സിലാക്കാൻ വേണ്ടി കാഴ്ചയ്ക്ക് വെച്ചിരുന്നതായി അറിയാൻ സാധിച്ചു എന്നാണ്. ജാതി വ്യവസ്ഥ കർശനമായി നിലനിർത്താനും വേണ്ടിയാണ് ഈ ശിക്ഷാരീതി ആവിഷ്കരിക്കപ്പെട്ടത്. ചിത്രവധം വിവിധ രീതിയിൽ നടപ്പാക്കിയിരുന്നു. കൂലി ചോദിച്ചാൽ പാടത്തെ ചളിയിൽ അവർണനെ ചവിട്ടി താഴ്ത്തുകയും അവന്റെ പെണ്ണുങ്ങളുടെ മാനം ക്രൂരമായി കവർന്നെടുക്കുകയും ചെയ്തിരുന്ന ജന്മിത്വ ശ്വാന പരീക്ഷകൾക്ക് ചെറു ശിക്ഷ പോലും കിട്ടാതിരുന്ന കാലത്താണ് വിശപ്പ് കൊണ്ട് ചെറിയ മോഷണം നടത്തിയ അവർണന് അതിക്രൂരമായ ശിക്ഷ നൽകിയത്. അതെ, ഇത് നമ്മുടെ കേരളത്തിലെ തന്നെ കാര്യമാണ് പറയുന്നത്. ഒരു പശുവിനെ കൊന്ന കുറ്റത്തിന് അമ്പലപ്പുഴയ്ക്കടുത്ത് ഒരു വൃക്ഷത്തിൽ 5 പേരെ കെട്ടിത്തൂക്കിയിരിക്കുന്നത് കണ്ടെന്നും ബർത്തലോമിയോ എഴുതിയിട്ടുണ്ട്. തല വെട്ടുക, തൂക്കിലിടുക, അംഗഭംഗം വരുത്തുക, വിഷം നൽകി കൊല്ലുക, ദുഷ്ടമൃഗങ്ങളുടെ കൂട്ടിലിട്ട് കൊടുക്കുക, ഇരുമ്പിൽ തീർത്ത ചട്ടക്കൂടിലടച്ച് കാട്ടിനുള്ളിൽ ഇടുക തുടങ്ങിയ പല ശിക്ഷാരീതികളും കേരളത്തിൽ നിലനിന്നിരുന്നു. അവർണർക്കായുള്ള ചിത്രവധവും തൂക്കിക്കൊല്ലപ്പെടുന്നവന്റെ കുതികാല് വെട്ടി രക്തമൂറ്റുന്ന പ്രാകൃതമായ ശിക്ഷാരീതി പിന്നീടും ദശാബ്ദങ്ങളോളം നിലനിന്നതായി പുരാണ രേഖകൾ പറയുന്നുണ്ട്. ഇംഗ്ലീഷ് ഡോക്ടറായ ബെല്ലയും ഡോക്ടർ റാസയും നൽകിയ റിപ്പോർട്ട് പ്രകാരം 1880 ബ്രിട്ടീഷുകാരുടെ സമ്മർദ്ദത്തെ തുടർന്ന് ആയില്യം തിരുനാൾ ചിത്രവധം നിർത്തലാക്കി എന്നാണ് കരുതപ്പെടുന്നത്. ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ നിന്നും ഈ ജാതിബോധമൊന്നും പാടെ തുടച്ചു നീക്കപ്പെട്ടിട്ടില്ല. കമ്മ്യൂണിസം പറയുന്നവർ പോലും ചിലപ്പോൾ സ്വന്തം മക്കളുടെ കല്യാണം വരുമ്പോൾ ചെറുക്കന്റെ കൂട്ടരെ നോക്കിയേ കല്യാണം ഉറപ്പിക്കൂ. ആദ്യമൊക്കെ ജാതീയത മറ്റൊരു രൂപത്തിലാണ് പറഞ്ഞതെങ്കിൽ ഇന്ന് രാഷ്ട്രീയക്കാർ തന്നെ വോട്ട് മറയ്ക്കാൻ ജനങ്ങളിൽ വർഗീയ വിഷം കുത്തിവെക്കുകയാണ്. വർദ്ധിച്ചു വരുന്ന വംശീയ ദുരഭിമാനങ്ങളും സവർണ ജാതീയതയും ഫാസിസമായി രൂപമാറ്റത്തിന് വിധേയമാകുന്നത് നമ്മുടെ കൺമുമ്പിൽ കാണുമ്പോൾ ഒന്നുറപ്പിക്കാം, ഒരിക്കൽ നമ്മൾ ആട്ടിയോടിച്ച സവർണ ഫാസിസം പടിവാതിൽക്കൽ തന്നെ എത്തിയിരിക്കുന്നു. അപ്പോൾ ഒറ്റ ചോദ്യമേ ചോദിക്കുവാനുള്ളൂ, ചരിത്ര തെളിവുകൾ എന്ന നിലയിൽ കണ്ട ഈ ചിത്രവധക്കൂടുകൾ വീണ്ടും തിരികെ വരുമോ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? എന്ത് തന്നെയായാലും കമന്റ് ബോക്സിൽ എഴുതൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.